പ്രമുഖ മജീഷ്യനായ ഗോപിനാഥ് മുതുകാടിന്റെ അക്കാദമിയിൽ ഭിന്നശേഷിക്കാരുടെ പരിമിതികളെ ചൂഷണം ചെയ്യുകയാണെന്ന് മാജിക് പ്ലാനറ്റിലെ മുൻ കോർഡിനേറ്ററുടെ വെളിപ്പെടുത്തൽ. കുട്ടികളുടെ ദൈന്യത പുറമെ പ്രദർശിപ്പിച്ച് കാണികളുടെ സഹാനുഭൂതി പിടിച്ചുപറ്റി പരമാവധി ഫണ്ട് ശേഖരണം മാത്രമായിരുന്നു മുതുകാടിന്റെ ലക്ഷ്യമെന്ന് അംഗപരിമിതൻ കൂടിയായ മുൻ ജീവനക്കാരൻ CP ശിഹാബ് ആരോപിക്കുന്നു. മജീഷ്യൻ മുതുകാടിന്റെ അക്കാദമിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയായതിനു പിന്നാലെയാണ് CP ശിഹാബ് എന്ന മുൻ ജീവനക്കാരൻ കടുത്ത ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നത്. അങ്ങനെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ രീതികൾ മനസ്സിലായി തുടങ്ങാൻ കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഷിഹാബ് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് ഇലക്ട്രിക് വീൽ ചെയർ ഉണ്ട്, ഇലക്ട്രിക് വീൽ ചെയറിലൂടെ വരാൻ പാടില്ല, ഷിഹാബ് നടന്ന് വരണം, ഷിഹാബിന് കാലുകളില്ലാതെ നടക്കുന്നത് ആളുകൾ കാണാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അതെന്നെ പോസിറ്റീവായിരിക്കും ഞാൻ വിചാരിച്ചു. പക്ഷേ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സർ എനിക്കൊരു ഇലക്ട്രിക് വീൽ ചെയർ ഉണ്ട്, എനിക്ക് അതിലൂടെ ഈസി ആയിട്ട് വരാൻ പറ്റും. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അങ്ങനെ നടന്നു വരുന്ന കാണുമ്പോൾ ഓഡിയൻസിൽ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും നമുക്ക് ഗുണം ചെയ്യും. മാത്രമല്ല ഷിഹാബ് സംസാരിക്കുമ്പോൾ മുതുകാട് സർ ഞങ്ങളുടെ ദൈവമാണ്, സർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നത്, ഇങ്ങനെ ഷിഹാബ് പറഞ്ഞേ മതിയാകൂ എന്നോട് പറഞ്ഞു. അക്കാദമിയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ കുട്ടികൾ ഉണ്ടെന്ന് പ്രചരിപ്പിച്ചിരുന്നു. ഓട്ടിസം മുതൽ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ പരിചരിക്കാൻ സ്ഥാപനത്തിൽ സ്പെഷ്യൽ ട്രെയിനർ ഉണ്ടായിരുന്നില്ല. കുട്ടികൾക്ക് കൃത്യസമയത്ത് ഭക്ഷണം നൽകാതെ ഷോ ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടിരുന്നുവെന്നും ഷിഹാബ് ആരോപിക്കുന്നു. അവിടെ സ്ഥിരമായിട്ട് വരുന്ന ഓഡിയൻസ് അല്ലാതെ സ്പെഷ്യൽ ഗസ്റ്റ് വരുന്ന സമയങ്ങളിൽ കുട്ടികളോട് 5ഉം 6ഉം ഷോ ഒക്കെ ചെയ്യാൻ പറയും. അങ്ങനെ ഒരു ദിവസം ഏകദേശം 2:30 കാവുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചിട്ടുള്ള കുട്ടികൾ ഒരു ഷോ കഴിഞ്ഞ സമയത്ത് കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്ന ക്യാൻറ്റീനിലേക്ക് പോകുന്ന സമയത്ത് മാനേജർ വന്നിട്ട് പറഞ്ഞു, അവിടെ ഇപ്പോൾ പോകാൻ പറ്റില്ല, ഗസ്റ്റ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, കുട്ടികളോട് മാറി നിൽക്കാൻ പറയും. ഞാൻ പറഞ്ഞു ഓക്കെ ശരി, ഗസ്റ്റ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് കുട്ടികൾ അവിടെ പോയി കഴിച്ചോട്ടെ. അങ്ങനെ ഗസ്റ്റ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഗസ്റ്റിന് ഷോ കാണണം, കുട്ടികളെ പെട്ടെന്ന് അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത്തരം വിഷയങ്ങൾ ചോദ്യം ചെയ്തതിൻ്റെ നീരസത്തിൽ അക്കാദമി ഡയറക്ടർ, അന്നത്തെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ, സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നിവരുമായി സംസാരിച്ചതനുസരിച്ച് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണെന്ന് അറിയിച്ചു. തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്നും വെളിപ്പെടുത്തിയ കാര്യങ്ങൾക്കെല്ലാം തെളിവുകൾ കൈവശമുണ്ടെന്നും ഇത്രയും നാൾ ഇതൊന്നും വെളിപ്പെടുത്താതിരുന്നത് ഭയം കൊണ്ടാണെന്നും ഷിഹാബ് പറയുന്നു. അമൃത ന്യൂസ്, കൊച്ചി.